വീഡിയോ ഒക്കെ ഉണ്ട്. എന്താ ഗൈസ്, ഇത് പണ്ടത്തെ ആൾക്കാരെ പോലെയാണ്. പണ്ടത്തെ ആൾക്കാരല്ല, പണ്ടത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരിപ്പോഴും ഉണ്ട്. നമ്മളെ വാഴപ്പണയ്ക്കകത്തുള്ള പണയിലെ വെള്ളങ്ങളാണ്. ചെറിയൊരു കുഴി എടുത്ത് വെച്ചിട്ടുണ്ട്. വരുമ്പം ഒരു കട്ടൻ ചായ ഇടാനും കപ്പ വേവിക്കാനും എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. മുളകൊക്കെ ഉണ്ട്. കണ്ടോ ഗൈസ്, ജാതിക്ക. ഉപ്പുണ്ടോ? ഉപ്പിട്ട് തന്നെ പറിച്ച് വീട്ടിലെ ഉത്തുപ്പര മാങ്ങ ഇരിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു മാങ്ങ കേട്ട് പറിച്ച് പോക്കറ്റിട്ട് കളവിൽ തള്ളക്കി വിളിക്കും. നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. അത് വലിയ മോട്ടർ വെച്ചാൽ ചെറിയ മോട്ടറുണ്ട് കടയിൽ, മോട്ടർ കടയിൽ പോയാൽ മതി. ചെറിയ മോട്ടറുണ്ട്, അതായത് ഓസിന് പൈപ്പ് എടുക്കണമെന്ന് പറയാം. വെള്ളം അത്ര ഫോർട്സിന് വരുള്ളൂ, ഹെവി പവറിൽ വരില്ല. ഒരു കറണ്ട് തരാമെന്ന് പറഞ്ഞു, അപ്പോൾ ഞാൻ അത് എടുത്തോണ്ട് വരാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ സെൻറ്ററിൽ കിടക്കണം. സെൻറ്ററിൽ വരുത്താം. കുറച്ച് കല്ലെടുത്ത് വിളിച്ചോ. നെല്ലേ എന്തിരിച്ച കല്ല് ഒതുങ്ങാനുള്ള സ്ഥലമില്ല. ബലയാ മീനാണ് വെള്ളമാ. കാരണം വരട്ടണോ? ഇല്ല, അവിടെ കഴിഞ്ഞിട്ട് കൊണ്ടുവരാ. അതിനകത്ത് നിങ്ങളങ്ങനെ മീനാണ് പിടിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഉപ്പ മീനൊന്നും അല്ല, നല്ല ആറ്റുമീൻ. ചടാർ പടാർ. നല്ല മീൻ. ഇതേപോലത്തെ മീൻ എവിടെയും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? തെളിഞ്ഞ വെള്ളമാണ് ഇത്, തെളിഞ്ഞ വെള്ളത്തിൽ നിന്നാണ് നമ്മൾ മീൻ പിടിച്ചിരിക്കുന്നത്. തെളിഞ്ഞ വെള്ളം, കടൽ പോലത്തെ വെള്ളം, നല്ല വെള്ളം ഉണ്ടാ. ഇത് തെളിഞ്ഞ വെള്ളം. ഇത്രയും തെളിഞ്ഞ വെള്ളം എവിടെയും കിട്ടും, നമ്മുടെ ഏരിയ കിട്ടും. നല്ല ഉണക്കം മുളകൂടാ. മൊത്തം കിടക്കണ്ട മുളക് വേണ്ട. ഒരു ദിവസം വന്നിരുന്ന് പറക്ക്. കാട്ടിലെ ഞണ്ട്. വെക്കൊക്കെ ചെയ്യും. അടിച്ചപ്പോ ഞാൻ ഇന്നാളെ വെട്ടിയെടുക്കണം.
ഇവിടെ നിർത്തുക ഒടുവിൽ വന്ന് അന്നെ വേണ്ട ഇവനെയാ ഒന്നും തന്നെ കണ്ടത്. എല്ലാം കൂടെ ഒറ്റ വെട്ടി വെച്ചാ തല അങ്ങ് പടപ്പിനകത്ത് മേലെ കൂടെ വെട്ട് ഇതാ നിൽക്കണ്ടേ. ഇതാ അതല്ലല്ലേ അത് മൊത്തത്തിൽ കൊണസ്റ്റായി വെട്ടിയത് ചരിച്ച് പിടിച്ച് വെട്ടാറുള്ളത്. തുണ്ടായി തല ഇവിടെ ഇതിനകത്ത് സാധനമുണ്ട്. ഇതിനകത്ത് ഇല്ലേ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വാള ഇറങ്ങി വന്നിട്ട് അകത്ത് ഇറപ്പിടാ കേട്ടോ അമ്മ. ഒരു വാള ഇറങ്ങി വന്നിട്ട് അകത്ത് ഇറപ്പി. ഒരു വാള ഇറങ്ങി വന്നിട്ട് അകത്ത് ഇറപ്പി. ഇതിനകത്തുണ്ടോ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ ഒരു കലക്കി ഇട്ട് നാളെ വന്ന് പിടിക്കുന്നു. നാളെ പോന്നു. അടുത്ത പ്രാവശ്യം ആവട്ടെ. എല്ലാം ഉണ്ട്. അടുത്ത പ്രാവശ്യം ആവട്ടെ. ഇനി പോയിട്ട് വരുമ്പം ഇപ്പൊ ഒരെണ്ണം ഇറങ്ങി വന്നിട്ട് തിരിച്ചേർപ്പി. അവിടെ അടച്ചിട്ട് വെട്ടിത്തോണ്ടി വിട്ടാലേ ഇങ്ങനെ ഇരിക്കും. അവിടെ അടച്ചിട്ട് വെട്ടിത്തോണ്ടി വിട്ട് ഇറച്ചാലേ. ഇവിടെ അല്ലടാ, ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ എത്ര അടയ്ക്കണം? സീണൊക്കെ വന്ന് ഒരു ദിവസം കൂടി ചെല്ലുമ്പോൾ കപ്പ വെച്ചിട്ടൊന്നും അവിക്കാൻ പറഞ്ഞില്ലേ? ചൂടോട് കഴിച്ചാലേ കൊള്ളാം കപ്പ. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തോ. കുരുമുളക് പൊടി ഉണ്ടോ? ചിക്കനൊക്കെ എവിടെ? എവിടാ പുള്ളി? അങ്ങോട്ടേ പിടിക്കും. കുഴപ്പമില്ല, വെള്ളം അടിക്കണ്ടല്ലോ. പുളി വീട്ടിന്റെ ഉള്ളിൽ കല്ലിക്കുന്ന
മതി 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 കുഴപ്പമില്ല അതിനെ വിമല വിട്ടാ വിമല പൊടി വിട്ടാടാ എരിയുണ്ടോ പൊടി ഇട്ടതെന്ന് കേട്ടാ അത് മഞ്ഞപ്പൊടി മുളക് പൊടി 2 പിന്നെ കളിക്കും പിന്നെ കുറച്ച് നേരം കൈയിരുന്നു പിന്നെയും പറഞ്ഞു പിന്നെയും കിടക്കും ഇപ്പൊ കിടന്നു കണ്ണ് റിയാക്ഷൻ ഉണ്ട് റെഡി സ്റ്റാർട്ട് ഇല്ല ഈ പെണ്ണടുത്തൊക്കെ ഉണ്ടാ പച്ചനേക്ക് പാത്രം എടുത്തിട്ട് കാച്ചിലും കൂടെ അവിടെ ഇട്ടുണ്ടെങ്കിൽ വേണം അമ്മനെ വിളിക്കടാ അങ്ങനെയാ അമ്മനെ കെട്ടടാ കെട്ടി വെച്ചിരിക്കുന്നത് വയറ് തള്ളാതിരിക്കും തിന്നുണ്ടോ എല്ലാരും സർവോളികൾ നമുക്ക് ബുദ്ധിയൊന്നുമില്ല നമുക്ക് ബുദ്ധിയില്ല എരിയുണ്ട് അങ്ങനെ എടുത്ത് വീത്തണ്ണ ഉള്ളിയൊക്കെ ഇട്ട് നാശപ്പെട്ടു. ആരും തന്നെ ആയില്ലേ ജപിഷേക്ക് എടുത്തോണ്ട് പോകത്തന്ത്രാ സുജനെ മാമ പറഞ്ഞല്ലേ മാമ പറഞ്ഞില്ലേ ഗ്രേവി അതൊക്കെ ഞാൻ നാളെ ഞാൻ കമ്മലൊന്നും ഇട്ടില്ല. പള്ളിയുടെ ഫ്രണ്ട് ഇരിക്കുമ്പോ ബന്ധുക്കോ സാരിയാണ് അവരൊക്കെ മേക്കപ്പ് ചെയ്തു, ഞാൻ ഒന്നും ചെയ്തു. അത് മേക്കപ്പ് ഞാൻ ഉടുപ്പായിട്ടില്ല വേണ്ട. അവിടെ നമ്മളെ കൂടെ എന്തൊന്നുമില്ല. കഞ്ഞിവെള്ളം കുടിച്ചെനിക്ക് അതുകൊണ്ട് വയറ് വീത്തു. പാമേ പരീന്നേ ആരും വന്നില്ലെങ്കിൽ ഒരു സങ്കടമില്ല. അവസാനം പരാതി പറയാം. നമ്മള് തിന്നു, നമ്മള് തിന്നും. കൈതള്ള തിന്നണ്ടേ അതൊന്നും അങ്ങനെ നിന്നോട് നീങ്ങിയിട്ടേ രണ്ടും മടി എന്ത് മാമൻ തിന്നൂല രണ്ട് മടി കയറിയിരുന്നത്. ഇങ്ങോട്ട് കയറി എനിക്ക് ഇറങ്ങും കൊണ്ട് ഈ പെണ്ണ് നിങ്ങൾ പഠിക്കണം. അവള് ഉച്ചയ്ക്ക് ചോറ് തിന്നാണ്. പറഞ്ഞു നമ്മള് സാരിയൊക്കെ കേട്ടി മേക്കപ്പ് ഒക്കെ പണി. ഇങ്ങനെ വൈ ഇപ്പൊ നല്ല ചൂടുണ്ട്. പാട്ടിട്ട് ഇല്ല പൂവെല്ലാം കൂടി ആടിച്ച്
ഹലോ ഗൈസ്, ഞാൻ തിന്ന് തളർന്ന് ഗൈസ്.